എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2026 എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇതറിയാതെ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാർക്കിംഗ് സ്കീമിന്റെ കംപ്ലീറ്റ് A to Z ഡീറ്റെയിൽസ് ഫോർ എഞ്ചിനീയറിംഗ് ആസ് വെൽ ആസ് ഫാർമസി നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. സോ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി 2026 കീം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള 1000-ലധികം സ്റ്റുഡൻസ് ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള എക്സാം അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ സ്റ്റഡി ടിപ്സുകളും അവസാന സമയത്തുള്ള ഉഡായിപ്പ് ട്രിക്കുകളും അതിനുശേഷം വരുന്ന അഡ്മിഷൻ റിലേറ്റഡ് വാർത്തകളെല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. സോ ഗൈസ്, നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. നിങ്ങൾ എഴുതാൻ പോകുന്ന April 2nd വീക്കോട് കൂടി തുടങ്ങാൻ പോകുന്ന കീം 2026 പരീക്ഷയ്ക്ക് എത്ര മാർക്കിനാണ് എഴുതാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയും. 2 സെഷൻ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗും ആൻഡ് ഫാർമസി. അതിൽ തന്നെ എഞ്ചിനീയറിംഗിനെ നമുക്ക് നോക്കാം. പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. അത് നിങ്ങളുടെ 300 മാർക്കിനാണ്. അതായത് കീമിന്റെ ടോട്ടൽ മാർക്ക് വരുന്നത് 600 ആണ്. അതിൽ തന്നെ 300 മാർക്ക് നിങ്ങൾ എന്തിനാണ് വരുന്നത്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പേപ്പർ 1-നാണ്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ കറക്റ്റ് ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേപ്പർ 2 മാത്സ് ആണ്. അത് 300 മാർക്കിനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെയൊക്കെ കീം കട്ട് ഓഫ് അനുസരിച്ച് ആകെ 600-നും 450-നും അതിന് മുകളിലും മേടിച്ചവർക്ക് നല്ല പോപ്പുലർ കോളേജുകളിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സീറ്റുകൾ തന്നെ കിട്ടിയ ചരിത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം +2-ൽ നല്ലൊരു കോൺഫിഡന്റ് ആയിട്ട് PCM-ൽ മാർക്ക് ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. ബാക്കി ഇനി കീമിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 600 മാർക്കിൽ എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാര്യം. അതിൽ തന്നെ 300 പേപ്പർ 1-ഉം 300 പേപ്പർ 2 മാത്തമാറ്റിക്സും. ഇനി ബി ഫാമിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ദെൻ ടോട്ടൽ മാർക്സ് 300 ആണ്. അതവർക്ക് പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാത്രമാണുള്ളത്. ഇനി ഇതിന്റെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഫിസിക്സിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടേ പോവാവൂ. ഫിസിക്സിന് 45 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. ദെൻ 180 മാർക്കാണ് ഫിസിക്സിൽ നിങ്ങൾ എഴുതേണ്ടത്. കെമിസ്ട്രിക്ക് എങ്ങനെയാണ്, കെമിസ്ട്രിക്ക് 30 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. അതുപോലെ തന്നെ 120 മാർക്കാണ് ടോട്ടൽ. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് 300 മാർക്ക് പേപ്പർ 1-നായി. ദെൻ മാത്സിന് 75 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിനും 4 മാർക്കാണ്. ടോട്ടൽ 300 മാർക്ക്. ടോട്ടൽ ഈ രീതിയിൽ 600 മാർക്കിനാണ്. എഞ്ചിനീയറിംഗിനാണെങ്കിൽ കീമിലെ ഒരു വിദ്യാർത്ഥി ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ, 45 + 30 + 75. അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ 150 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക്. ഈ രീതിയിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫാർമസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 45 ഫിസിക്സ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് പേപ്പർ മാത്രമേ ഉള്ളൂ. അവർക്ക് 300 മാർക്കിനാണ്. ഇനി ഇതിന്റെ നെഗറ്റീവ് മാർക്ക് എങ്ങനെയാണ്, നെഗറ്റീവ് മാർക്ക് ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോവുകയും ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ 4 മാർക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതിന്റെ ഒരു പോസിബിലിറ്റി കൂടി നിങ്ങൾ മനസ്സിലാക്കണം. 2 കാര്യത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, കറക്കിക്കുത്തി ആൻസർ തെറ്റിച്ചാൽ 1 മാർക്ക് പോകും. വേറൊരു പ്രോബിലിറ്റി, കറക്കിക്കുത്തി ആൻസർ തെറ്റിച്ചാൽ 1 മാർക്കേ പോവുള്ളൂ, ശരിയാക്കിയാലോ 4 മാർക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് കറക്കി കുത്തേണ്ടത് ഉൾപ്പെടെ, അതായത് അവസാന സമയത്ത് എന്തൊക്കെ ടിപ്സ് ഉപയോഗിച്ചാൽ ആ ഒരു എലിമിനേഷൻ പ്രൊസീജിയർ വഴി ഫൈനൽ ആൻസറിലേക്ക് എത്താം, അതാണ് ഞാൻ കറക്കി കുത്തൽ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ഒരു മാർക്കിംഗ് സ്കീമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം. ബൈ.